यशश्चारुचित्रं धनं मेरुतुल्यं मनश्चेन लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् कलत्रं धनं पुत्रपौत्रादि सर्वं गृहं बान्धव सर्वमेतद्धि जातम् मनश्चेन्न लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् षडङ्गादिवेदो मुखे शास्त्रविद्या कवित्वादिगद्यं सुपद्यं करोति मनश्चेन लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् विदेशेषु मान्यः स्वदेशेषु धन्यः सदाचारवृत्तेषु मत्तो न चान्यः मनश्चेन्न लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् क्षमामण्डले भूपभूपालवृन्दै सदा सेवितं यस्य पादारविन्दम् मनश्चेन लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् यशो मे गतं दिक्षु दानप्रतापात् जगद्वस्तु सर्वं करे यत्प्रसादात् मनश्चेन लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् न भोगे न योगे न वा वाजिराजो न कान्तामुखे नैव वित्तेषु चित्तम् मनश्चेन लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् अरण्येन वा स्वस्य गेहेन कार्ये न देहे मनो वर्तते मे त्वनर्घ्ये मनश्चेन लग्नं गुरोरङ्घ्रिपत्नी ततः किं ततः किं ततः किं ततः किम् ദൈവമേ നിനക്കു കൈതൊഴുന്നു ഞാൻ ആദിയന്തമെന്നിയെ ജഗത്തിലൊക്കെ മേവിടും നീതിയാർന്ന ദൈവമേ നിനക്കു കൈതൊഴുന്നു ഞാൻ എന്റെ മറ്റവണ്ണമീ ചരാചരങ്ങൾ ഒക്കെയും നിന്നിൽ നിന്നു വന്നു നിന്നിൽ നിന്നടങ്ങിടുന്നതും सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांशहस्तचरणश्रवणत्वगादि प्राणान् नमो भगवते पुरुषाय तुभ्यम् परम
സരസ്വതി സ്വാമികളുടെ പേരിൽ കേരളത്തിന് മുഴുവൻ വന്ദനീയനും ആദരണീയനുമായി ഭാഗവത സ്വരൂപമായിട്ടിരുന്ന ജ്ഞാനാനന്ദ സ്വാമി തിരുവടികൾ തുടങ്ങിയ ഈ ആശ്രമം, ശിവാനന്ദാശ്രമം, ജ്ഞാനാനന്ദ സ്വാമികളുടെ ശിഷ്യവര്യനായ നിത്യാനന്ദ സരസ്വതി സ്വാമികൾ വലിയ യോഗിയും പരമഭാഗവതമായിരുന്നു. സ്വാമികൾ പരമവിരക്തനായ സാധുവായിരുന്നു. ഇവരൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവിടെ മഠാധിപതിയായിരിക്കുന്ന സ്വരൂപാനന്ദ സരസ്വതി സ്വാമികളും പൂർവാശ്രമത്തിൽ തന്നെ ഞങ്ങൾക്ക് വളരെ അടുത്ത പ്രിയമായ ഒരു പരിചയം ഉണ്ടായിരുന്നു. അതിവിടെ വന്നിട്ട് ഞാൻ ഈ കത്തും കൂടെ അയക്കുകയാണ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സങ്കല്പം, ശുഭസങ്കല്പം, നമുക്കൊരു പുസ്തകം നമ്മളുടെ കയ്യിൽ വരുന്നത് പോലെ ഈശ്വരാനുഗ്രഹമാണ്. യാവന്ന് അനുഗ്രഹ സാക്ഷാത് ജായതേ പരമേശ്വരാത് താവന്ന സദ്ഗുരു കശ്യത് സച്ഛാസ്ത്രം വാപി മൂലഭേത്. വാസിഷ്ഠത്തിലൊരു ശ്ലോകം. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് സദ്ഗുരുവും നല്ല ശാസ്ത്രവും ഒക്കെ. അതൊക്കെ വരും, എല്ലാം വരും. അപ്പോ ഇത് ആണ് ശിവാനന്ദ സ്വാമിയുമായിട്ടുള്ള ഒരു അടുപ്പം. കുട്ടിക്കാലത്ത് മുതൽ ആ ഗ്രന്ഥങ്ങൾ വായിക്കലൊക്കെ പഴക്കമുണ്ടായിരുന്നു. പിന്നെ അടുത്ത കുറേ വർഷങ്ങളായിട്ട് ഋഷികേശ് ശിവാനന്ദാശ്രമമായിട്ട് വളരെ വളരെ അടുപ്പമാണ്. കുറേ വർഷങ്ങളായി, ഏകദേശം ഒരു 10-20 വർഷത്തോളം അവിടെ ഭാഷണം നടന്നിട്ട് യോഗിയായിരുന്നു. സ്വാമി ആ 35 വർഷം മുമ്പ് കാണുമ്പോൾ ഞങ്ങളോട് സംസാരിച്ച ഒരു വിഷയം ഒരു ഓർമ്മയുണ്ട്. ചിത്തവൃത്തി നിരോധമാണ്. അവനവൻ എന്തെങ്കിലുമൊക്കെ എന്തിലാണോ മനസ്സിനെ പ്രവേശിപ്പിക്കുന്നത് അതിൽ ഏകാഗ്രമായിട്ട് നിർത്തിയിട്ട് ബാക്കി ചിത്തവൃത്തികളൊക്കെ വിരോധം ചെയ്യുക. ശാന്തി വേണമെങ്കിൽ ശാന്തി എന്നുള്ളത് നമ്മളുടെ സ്വരൂപമാണ്. ശാന്തി 2 വിധം. ഒന്ന് മനസ്സ് ഉണ്ടാക്കി തരുന്ന ഒരു ശാന്തി, 2 നമ്മുടെ സ്വരൂപഭൂതമായ ശാന്തി. രണ്ടും ആവശ്യമാണ്. മനസ്സ് ഉണ്ടാക്കി തരുന്ന ഒരു ശാന്തിയാണ് യോഗം, ചിത്തവൃത്തി നിരോധം കൊണ്ടുവരുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ. പതഞ്ജലി അധികം വൈകിക്കാതെ ആരംഭത്തിൽ തന്നെ 1ാമത്തെ സൂത്രത്തിൽ തന്നെ അതങ്ങൾ പറഞ്ഞു. യോഗ ചിത്തവൃത്തി നിരോധ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. गुरोरष्टकं यः पठेत् पुण्यदेहे यतिर्भूपतिर्ब्रह्मचारी च गेहे लभेद्वाञ्छितार्थं पदं ब्रह्म संज्ञं गुरोरुक्तं
आप्तवाक्ये मनो यस्य लग्नम्